ഹേയ് ഫോക്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആവണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ എല്ലാവരുടെയും കയ്യിലൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സൂപ്പർ പവർ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ സ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? പലരും ചിത്രരചന പഠിക്കുന്നുണ്ട്, പാട്ട് പാടുന്നത് പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ പല കഴിവുകളും പലരും പഠിച്ചുകൊണ്ട്, സ്കില്ലുകളും പലരും പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. നിങ്ങളും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കല എനിക്കും അഡീഷണൽ ആയിട്ട് വേണം എന്ന് ചിന്തിച്ചവരാവാം. ആൾക്കൂട്ടത്തിൽ പോകുന്ന സമയത്ത് ഈ പാട്ട് പാടാനും ചിത്രം വരയ്ക്കാനോ ഒന്നും കഴിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും അല്ലേ? ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജി ഇൻട്രസ്റ്റഡ് പേഴ്സണോ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേഷൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഇടപഴകൽ കൂടുതലുള്ള ഒരു വ്യക്തിയോ ആയിരിക്കാം അല്ലെ? ഇതൊക്കെ കണ്ടായിരിക്കാം നിങ്ങൾ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം പഠിക്കാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഹിപ്നോ ഹാൻഡ്സ് അക്കാദമി എന്ന കേരളത്തിലും വിദേശത്തൊക്കെ ആയിട്ട്, കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തൊക്കെ ആയിട്ട് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം മെന്റലിസം കലാരൂപങ്ങളിൽ വർഷങ്ങളായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടുവരുന്ന അക്കാദമിയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. കൊച്ചി, കോഴിക്കോട്, ചെന്നൈ, കോയമ്പത്തൂർ, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് 2 വർക്ക്ഷോപ്പ് നടത്തിയ സ്ഥലങ്ങളാണ് ബാംഗ്ലൂരും ഖത്തറും. അപ്പോൾ ബാംഗ്ലൂരിൽ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടും ഇനി എപ്പോഴാണ് ബാംഗ്ലൂർ എന്ന് പലരും ചോദിക്കുന്നത് കൊണ്ടും ഞങ്ങളുടെ അടുത്ത വർക്ക്ഷോപ്പ് ഞങ്ങൾ ബാംഗ്ലൂരിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് അവിടെ വന്നിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത്? ഹിപ്നോട്ടിസം മുഴുവനായിട്ടാണോ? ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു ജന്മം പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാലും പഠിച്ചു കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അത്രയധികം സബ് ബ്രാഞ്ചുകളുള്ള ഒരു വിഷയമാണ് ഹിപ്നോട്ടിസം. സ്ട്രീറ്റ് ഹിപ്നോട്ടിസം അല്ല, ഹിപ്നോട്ടിസം എന്നുള്ളത് റിലേഷൻഷിപ്പ് ഹിപ്നോട്ടിസം, ബിസിനസ് ഹിപ്നോട്ടിസം, സ്ട്രീറ്റ് ഹിപ്നോട്ടിസം, ക്ലിനിക്കൽ ഹിപ്നോട്ടിസം, അതുപോലെ സ്പീച്ച് ഹിപ്നോട്ടിസം, അങ്ങനെ ഒരുപാട് ഹിപ്നോട്ടിസത്തിന്റെ മേഖലകൾ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. മേഖലകൾ പഠിക്കാൻ തന്നെ നമുക്ക് വർഷങ്ങളോളം എടുക്കും. ആ മേഖലകൾക്കുള്ളിൽ കടന്ന് ഓരോന്നും വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ജന്മം മതിയാവില്ല. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഹിപ്നോട്ടിസം പൂർണ്ണമായിട്ടും പഠിപ്പിച്ചു തരാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ ആഗ്രഹിച്ചതും മനസ്സിലാക്കിയതും തെറാപ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഹിപ്നോട്ടിസം ആയിരിക്കാം. മറ്റുള്ള വ്യക്തികളെ ഹിപ്നോട്ടിസം ചെയ്ത് അവരുടെ മനസ്സിലെ പ്രയാസങ്ങൾ മാറ്റി അതൊരു കാർമേഘങ്ങളില്ലാത്ത ആകാശം പോലെ ക്ലിയർ ആക്കി കൊടുക്കുന്ന ഹിപ്നോട്ടിസം ആയിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ അതല്ല പഠിപ്പിക്കുന്നത്. അതിനേക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതിനേക്കാൾ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള, അതിനേക്കാൾ ആൾക്കാർ ഇൻട്രസ്റ്റോടെ കൂടി നോക്കിക്കാണുന്ന, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള, നമ്മൾ വ്യക്തികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ ഒരു സ്വീകാര്യത നമുക്ക് കിട്ടുന്ന, അട്രാക്ഷൻ നമുക്ക് കിട്ടുന്ന കലാരൂപമായിട്ടുള്ള സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഹിപ്നോട്ടിസം സാധാരണ ക്ലിനിക്കൽ തെറാപ്യൂട്ടിക്കൽ ഹിപ്നോട്ടിസത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്കൊരു വ്യക്തിയെ ഉറക്കുക എന്നുള്ളത് ഒരു സജഷനാണ്. ട്രാൻസിലേക്ക് കൊണ്ടുപോകാനും നമ്മൾ പറയുന്നത് എന്തും അവരനുസരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവരെത്തിക്കുന്നതൊക്കെ ഈ സ്ട്രീറ്റ് ഹിപ്നോസിസിലൂടെയാണ്. മുൻപിൽ ഇല്ലാത്തൊരു വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത്, ചോക്ലേറ്റ് കൊടുത്തുകൊണ്ട് ഇത് ചോക്ലേറ്റ് അല്ല, ഇത് മുളകാണെന്ന് പറയുമ്പോൾ അവർക്ക് എരിവ് ഫീൽ ചെയ്യുന്നത്, മുളക് കൊടുത്തുകൊണ്ട് ഇത് ചോക്ലേറ്റ് ആണെന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വന്തം പേര് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് സ്ട്രീറ്റ് ഹിപ്നോസിസിലൂടെയാണ്. ചില വീഡിയോസ് ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ തന്നെയോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസോ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. മറ്റുള്ള ആരെങ്കിലും ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കില്ല. സ്റ്റക്ക്, കംപ്ലീറ്റ്ലി സ്റ്റക്ക്, ட்ரை பண்ண முடியாது. கம்ப்ளீட்லி ஸ்டக். யூ cannot lift your leg. You cannot lift. அது கம்ப்ளீட்லி அங்க ஸ்டக். எவ்வளவு ட்ரை பண்ணாலும் எடுக்க முடியாது. ட்ரை பண்ணுங்க. முடியாது. ட்ரை பண்ணாலும் முடியாது. எவ்வளவு ட்ரை பண்ணாலும் முடியாது. ட்ரை பண்ணுங்க. எடுக்கிறது ட்ரை பண்ணுங்க. நான் ஒரு வாட்டி கிளாப் பண்ணா ஈஸியா உங்களால தூக்க முடியும். எடுத்து பாருங்க கொஞ்சம். ഇപ്പം വെയിറ്റ് എടുക്ക. ആരാന്ന് പറഞ്ഞു? ആരാ പറഞ്ഞു കൊടുക്കുന്നു? നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആരോ നിങ്ങളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ നിങ്ങളിപ്പോ എസ്തപ്പാനിലൂടെ കാണാൻ പോവാണ്. എസ്തപ്പാനെ നിങ്ങൾ ആ വ്യക്തിയായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. ഇനി കണ്ണൂർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള മരണപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണുക. പക്ഷെ ഈ കാണുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് അവരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനാണ്. വീണ്ടും അത് കാണാൻ വേണ്ടി ശ്രമിക്കാനോ ഇമോഷണലി ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും ഇത് കാരണമാവില്ല. നിങ്ങൾ ജസ്റ്റ് എസ്തപ്പാനെ ഒന്ന് ആ ഒരു വ്യക്തിയായിട്ട് കാണും. സങ്കടം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും, സന്തോഷം ഉണ്ടെങ്കിൽ പറയും, ഷെയ്ക്കാൻ്റെ എടുക്കും, കെട്ടിപ്പിടിക്കാൻ നിൽക്കണ്ട, ഷെയ്ക്കാൻ്റെ കൊടുക്കും, സംസാരിക്കും. ഇപ്പൊ തന്നെ കണ്ണുനീര് വെള്ളം വരുന്നുണ്ട്, കണ്ണുനീര് വരുന്നുണ്ട്. അത്രയ്ക്ക് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. യു ആർ റെഡി ടു സീ ദാറ്റ് പേഴ്സൺ. സങ്കടപ്പെടുകയൊന്നും വേണ്ട, സങ്കടപ്പെടരുത്. ഇത് ആനന്ദത്തിന്റെ കണ്ണീരാണ് കേട്ടോ, സങ്കടത്തിന്റെ അല്ല, ആനന്ദത്തിന്റെ ആനന്ദ പ്രോപ്പറൈസ് മുന്നിലുണ്ട് കേട്ടോ. സാരില്ല, സങ്കടപ്പെടണ്ട, സംസാരിച്ചോ, സങ്കടപ്പെടണ്ട, സംസാരിച്ചോ. ആ കൈ കൊടുത്തോ, കുഴപ്പമില്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ, ആരാന്ന് ചോദിക്കുന്നുണ്ട്. സങ്കടപ്പെടണം, അറിയാതെ പറഞ്ഞു കൊടുക്കുക, അവർക്ക് സങ്കടമാവില്ലേ? ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാളെ ഹിപ്നോട്ടിസം ചെയ്ത് നമ്മൾ ഈ ചെയ്യുന്ന പെർഫോമൻസ് ചെയ്യാൻ തക്കവണ്ണവും നമ്മുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നതിനേക്കാൾ ഒരു 10 മടങ്ങ് കൂടുതലും അറിയാൻ തക്കവണ്ണം നിങ്ങൾ ആ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് പ്രഗത്ഭരായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഈ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കും എന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കാദമിയിൽ വരുന്ന റിവ്യൂസ്, പെർഫോമൻസ് വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഒരു ദിവസം വർക്ക്ഷോപ്പിൽ വന്നുകൊണ്ട് സക്സസ് ആയി തീർന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. ഇവരൊക്കെ ഒരു വിശ്വാസത്തോടു
കൂടി വന്നതുകൊണ്ടാണ്. അതേ വിശ്വാസത്തോടു കൂടി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെയും ഒരു ദിവസം കൊണ്ട് ഞാൻ സ്ട്രേറ്റ് ഹിപ്നോട്ടിസ്റ്റ് ആക്കി തരും. ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് അന്നേ ദിവസം പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ടും തരുന്നതാണ്. ക്ലാസ് ഇത്രയധികം ആൾക്കാർ എടുത്തതുകൊണ്ടും ഇത്രയധികം ആൾക്കാരെ സ്ട്രീറ്റ് ഹിപ്നോട്ടിസ്റ്റ് ആക്കിയതുകൊണ്ടും കോൺഫിഡൻറ്റോടെ എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളും നാളെ ഒരു സ്ട്രീറ്റ് ഹിപ്നോട്ടിസ്റ്റ് ആയി മാറിയിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് സ്ലോട്ട് ആയിരിക്കും. ഒരു 30 പേരൊക്കെ മാക്സിമം നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും. 30 to 35% ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ കെയർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 20% തിയറിയും 80% പ്രാക്ടിക്കലും വരുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ കൗതുകത്തോടെ നോക്കി കാണുന്ന ആ പവർഫുൾ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്ന കലാരൂപം പഠിച്ച സ്ട്രീറ്റ് ഹിപ്നോട്ടിസ്റ്റ് ആയി നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു അഡ്വാൻസ് കൊടുത്ത് നിങ്ങളുടെ സീറ്റ് അവിടെ റിസർവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാംഗ്ലൂർ വെച്ച് കാണാം. ഞാൻ ഡോക്ടർ നാഫി, സൈനിങ് ഓഫ്. ബൈ.